നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഗാമ ഡീക്കാണ്. ഗാമ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എനർജി റേഡിയേഷൻസ് ആണ് എന്ത് ചെയ്യണത്, എമിറ്റ് ചെയ്യണത്. ഹൈ എനർജി റേഡിയേഷൻസ്. ഈ ഹൈ എനർജി റേഡിയേഷൻസ് അറിയണത് നമ്മൾ ആറ്റം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹയർ ഓർബിറ്റിൽ നിന്ന് ഹയർ എനർജി ലെവലിൽ നിന്ന് ഇലക്ട്രോണ് ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോൾ ആ ഇലക്ട്രോണിന്റെ എനർജി കുറയും. അപ്പോൾ ആ രണ്ട് എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റേഡിയേഷൻ അത് എമിറ്റ് ചെയ്യുന്നു അല്ലേ. ഇതേപോലെ ആ ഡിഫറൻസിന് എനർജി ലെവലിന് ആക്കണേ ഈക്വൽ ആയിട്ടുള്ള ഒരു റേഡിയേഷനെ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ എനർജി ലെവലിൽ നിന്ന് അതിന് ഹയർ എനർജി ലെവലിലേക്ക് പോകാനും പറ്റും. ഇതേപോലത്തെ ഒരു ട്രാൻസിഷൻ നടക്കുന്നതുകൊണ്ടാണ് ശരിക്കും ഗാമ ഡീക്കെ നടക്കുന്നത്. ആറ്റത്തിന് എനർജി ലെവൽ പറയണ അതേപോലെ തന്നെ എന്തുണ്ടെന്ന് അറിയോ, ന്യൂക്ലിയസിനും എനർജി ലെവൽ ഉണ്ട്. ന്യൂക്ലിയസിനും എനർജി ലെവൽ ഉണ്ട്. ന്യൂക്ലിയസിന്റെ എനർജി ലെവല് ഹൈ എനർജിയിൽ നിന്ന് ലോ എനർജിക്ക് വരുമ്പോഴാണ് എന്ത് നടക്കണത് എന്നറിയോ, ആകണേ ഗാമ ഡീക്കെ നടക്കുന്നത്. ശരിക്കും ഗാമ ഡീക്കെ നടന്നു എന്ന് വിചാരിച്ചാണ്ട് എന്ത് സംഭവിക്കണില്ല, ആ ന്യൂക്ലിയസിന് വേറെ ചേഞ്ച് ഒന്നും സംഭവിക്കണമൊന്നുമില്ല. ഒരു ന്യൂക്ലിയസ് പുതിയൊരു ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറുന്നൊന്നും ചെയ്യണമൊന്നുമില്ല. നമ്മൾ ആൽഫ ഡീക്കെയും ബീറ്റ ഡീക്കെയും ഒക്കെ പറഞ്ഞ സമയത്ത് ഒരു എലമെന്റ് ഒരു ന്യൂക്ലിയസ് വേറൊരു ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറുന്നുണ്ട്. പക്ഷേ ഗാമ ഡീക്കെ നടന്നു എന്ന് വിചാരിച്ചങ്ങാണ്ട് ഒരു ന്യൂക്ലിയസ് വേറൊരു ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് വേറെ എലമെന്റിന്റെ ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് എന്ത് ചെയ്യണില്ല, മാറുന്നില്ല. പക്ഷെ കോമൺ ആയിക്കാണ്ട് ഗാമ ഡീക്കെ നടക്കുന്നത് അറിയണത് ആൽഫ ഡീക്കെ ബീറ്റ ഡീക്കെ നടക്കണതിൻ്റെ ഒപ്പം നടക്കുന്നതാണ്. ആൽഫ ഡീക്കെ ബീറ്റ ഡീക്കെ റേഡിയോ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഗാമ റേഡിയേഷൻസും കൂടി എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിളാണ് കൊബാൾട്ട്. കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27, മാസ് നമ്പർ 60. അത് നിക്കലായിങ്ങാണ്ട് മാറാം. ബീറ്റ ഡീക്കെ നടന്നുകാണ്ട് നിക്കലായിങ്ങാണ്ട് മാറാം. നെഗറ്റീവ് ബീറ്റ ഡീക്കെ നടക്കുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്തു. അങ്ങനെ നിക്കല് 28, മാസ് നമ്പർ അതേപോലെ തന്നെ. ഇങ്ങനെ നെഗറ്റീവ് ബീറ്റ ഡീക്കെ കൊബാൾട്ടിന് നെഗറ്റീവ് ബീറ്റ ഡീക്കെ നടക്കുന്ന സമയത്ത് അത് ഗാമ റേഡിയേഷൻസും കൂടി എമിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്നറിയണത് കൊബാൾട്ടിന്റെ എനർജി ലെവൽ എന്ന് അറിയണത് അങ്ങനെ അത് ഒരു ഗാമ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാറുള്ളത് അത് രണ്ട് ഗാമ റേഡിയേഷൻസ് ആണ് എമിറ്റ് ചെയ്യണത്. ഒന്ന് 1.17 മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ ഒരു ഗാമ റേഡിയേഷനും അതേപോലെ തന്നെ രണ്ടാമത് 1.33 മെഗാ ഇലക്ട്രോൺ വോൾട്ടിലെ ഒരു റേഡിയേഷനും. അങ്ങനെ രണ്ട് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട് കൊബാൾട്ട് നിക്കലായിങ്ങാണ്ട് അങ്ങനെ ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത്, നെഗറ്റീവ് ബീറ്റ ഡീക്കെ നടക്കുന്ന സമയത്ത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊബാൾട്ട് നിക്കലായിങ്ങാണ്ട് മാറുന്ന സമയത്ത് കൊബാൾട്ടിന്റെ ഒരു ന്യൂക്ലിയസിന്റെ ഒരു എനർജി ലെവൽ ഉണ്ടായിരുന്നു. ആ എനർജി ലെവലിൽ നിന്ന് അതൊരു ലോവർ എനർജി ലെവലിലേക്ക് വന്നു. ലോവർ എനർജി ലെവലിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, ആ എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിട്ടില്ല ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്തു. ആ ഫസ്റ്റത്തെ റേഡിയേഷൻ എന്ന് പറയുന്നത് 1.17 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഹയർ എനർജിന്ന് ലോവർ എനർജിക്ക് വന്നപ്പോൾ പിന്നെ ഈ അടുത്ത ലോവർ എനർജിക്ക് വരുമ്പോൾ വീണ്ടും ഡിഫറൻസ് കൂടുകയാണ് ചെയ്യുക. നമ്മളെ ആക്കണ ഇലക്ട്രോണിൽ പറഞ്ഞ ഇലക്ട്രോണിന്റെ ട്രാൻസിഷൻ പറഞ്ഞ അതേപോലെ തന്നെ ഇതിന്റെ എനർജി ലെവലിന്റെ ഡിഫറൻസ് അറിയണത് മേലേക്ക് പോകും തോറും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഹയർ എനർജിന്ന് ലോവർ എനർജിക്ക് വരുമ്പോൾ ആ എനർജി ഡിഫറൻസ് കുറവായിരിക്കും. അടുത്ത ഒരു ലോവർ എനർജിക്ക് വരുമ്പോൾ വീണ്ടും ആ ഡിഫറൻസ് കൂടി വരിക ചെയ്യാം. അപ്പോൾ അങ്ങനെ അടുത്ത എമിറ്റ് ചെയ്യണത് അറിയണത് 1.33 മെഗാ ഇലക്ട്രോൺ വോൾട്ടില്ല. അതായത് ഒരു ലോവർ എനർജിക്ക് വന്നു, അടുത്ത വീണ്ടും വേറൊരു ലോവർ എനർജിക്കുമ്പാട് വരുന്ന സമയത്ത് ആ എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റേഡിയേഷൻ കൂടി എമിറ്റ് ചെയ്തു. 1.33 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ചെയ്യുന്നു ആ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1.33 മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ ഒരു ഗാമ റേഡിയേഷൻ എമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അതിന്റെ രണ്ട് എനർജി ന്യൂക്ലിയസിന്റെ രണ്ട് എനർജി ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് അറിയണത് 1.33 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഗാമ ഡീക്കേല് സംഭവിക്കുന്നത്. ഗാമ ഡീക്കെ സംഭവിച്ചു എന്ന് എഴുതിങ്ങാണ്ട് ആ ന്യൂക്ലിയസിന് പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതിന് എനർജിയിൽ എന്ത് വരും, ആകണേ പൊട്ടൻഷ്യൽ എനർജിയിൽ അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഡിക്രീസ് ചെയ്യണത് ആൽഫ ഡീക്കെ നടക്കുന്നതും ബീറ്റ ഡീക്കെ നടക്കുന്നതും ഗാമ ഡീക്കെ നടക്കുന്നതും ഒക്കെ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. ന്യൂക്ലിയസിന്റെ
സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. ആൽഫ ഡിക്ക് നടക്കുന്ന സമയത്ത് അതിന്റെ മാസ് നമ്പർ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ വലിയ മാസ് നമ്പർ ഉള്ള ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് എന്താണ്, കുറവാണ്. നമ്മൾ ആ ഗ്രാഫിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ മാസ് നമ്പർ ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ മാസ് നമ്പർ 4 ഡിക്രീസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയണത് ഒന്നും കൂടി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. മാസ് നമ്പർ കുറയുന്നതിനനുസരിച്ച് കാണ്ട് 170 മേലക്കില്ലേന് ആകണേ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയണത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ആൽഫ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കാണ്ട് അതിന്റെ മാസ് നമ്പർ കുറഞ്ഞു വരികയും ചെയ്യും, അതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയണത് കൂടുകയും ചെയ്യും. അതായത് കൂടുതൽ സ്റ്റേബിൾ ആവും. അപ്പൊ ആൽഫ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യണതും ബീറ്റ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യണതും ഗാമ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യണതൊക്കെ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്ടാണ്. ഇവിടെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവൽക്ക് ന്യൂക്ലിയസ് വരുമ്പോൾ ലോവർ എനർജി ലെവൽക്ക് വരാറുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ സ്റ്റേബിൾ ആകാണെന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആയിങ്ങാണ്ട് 2 ലൈറ്റർ ന്യൂക്ലിയറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത് ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്ടാണെന്ന്. കാരണം ന്യൂക്ലിയസിന്റെ മാസ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബൈൻഡിങ് എനർജി 170 ഒക്കെ മേലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഒരു 240 ഒക്കെ ഉള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയിങ്ങാണ്ട് വരുന്ന സമയത്ത് 120 ഒക്കെ ആകുമ്പോൾ അങ്ങനെ 240-നെക്കാട്ടിലും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും മാസ് നമ്പർ 120 ഇല്ല ന്യൂക്ലിയസ് അറിയുന്നത്. അതിന് വേണ്ടിയാണ്ടാണ് ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്ടാണ് എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂക്ലിയർ ഫിഷന് ഒരു എക്സാമ്പിൾ നോക്കാം. യുറേനിയം മാസ് നമ്പർ അറ്റോമിക് നമ്പർ 92, അതേപോലെ മാസ് നമ്പർ 235. അതിന് നമ്മൾ യുറേനിയത്തിനെ ന്യൂക്ലിയർ ഫിഷൻ നടത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ഒരു ന്യൂട്രോണേറ്റ് ആകണേ കൊളൈഡ് ചെയ്യിപ്പിക്കും. ഒരു ന്യൂട്രോൺ ഉപയോഗിച്ചുകൊണ്ട് യുറേനിയത്തിനെ കൊളൈഡ് ചെയ്യിപ്പിക്കും. അങ്ങനെ കൊളൈഡ് ചെയ്യിപ്പിക്കുമ്പോൾ അതിന്റെ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് യുറേനിയം 92, അറ്റോമിക് നമ്പർ 92, മാസ് നമ്പർ 236 ആവും. കാരണം ആകണം ഒരു യുറേനിയം കൂടി ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കണ്. അപ്പോൾ 235 എന്നുള്ളത് 236 ആയി. അപ്പോൾ ഇത് അൺസ്റ്റേബിൾ ആണ്. ഈ സാധനം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. ഇത് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്പ്ലിറ്റ് ആയിങ്ങാണ്ട് 2 ആയിങ്ങാണ്ട് മാറും. അത് മാറിങ്ങാണ്ടാണ് ബേരിയം അറ്റോമിക് നമ്പർ 56ഉം മാസ് നമ്പർ 144 ഒന്നും ആവും. അതേപോലെ തന്നെ ക്രിപ്റ്റോണ് അറ്റോമിക് നമ്പർ 36ഉം മാസ് നമ്പർ 89 മാറും ചെയ്യും. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുമെന്ന് അറിയോ, 3 പുതിയ ന്യൂട്രോൺസ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒരു ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഒരു എക്സാമ്പിൾ എന്ന് അറിയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാസ് നമ്പർ അറിയുന്നത് 235 ഇവിടെ അത് സ്പ്ലിറ്റ് ആയിക്കണ്ട് 2 ആകുമ്പോൾ അതിന്റെ മാസ് നമ്പർ അറിയണത് 144ഉം അതേപോലെ തന്നെ 89 ആയിക്കണ്ട് റെഡ്യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയണത് ആകണേ ഇവിടെ കുറവും ഇവിടെ കൂടുതലും ആയിരിക്കും. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയണത്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ എക്സ്ട്രാ ആക്കണം പുതിയതായിട്ട് ഒരു 3 ന്യൂട്രോൺസ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 3 ന്യൂട്രോൺസ് കൂടി പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും അറിയോ, ആ ന്യൂട്രോൺ പോയിങ്ങാണ്ട് അങ്ങനെ അടുത്ത യുറേനിയത്തിന്റെ ഒരു ന്യൂക്ലിയസിനേറ്റ് കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ അടുത്തത് ഇതേ റിയാക്ഷൻ തന്നെ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതായത് ഇതൊരു ചെയിൻ റിയാക്ഷൻ ആയിങ്ങാണ്ട് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു ന്യൂട്രോണാണ് നമ്മളിവിടെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാലും ഇവിടെ ഒരു 3 ന്യൂട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ 3 ന്യൂട്രോൺ പോയിങ്ങാണ്ട് അടുത്ത 3 അങ്ങനെ യുറേനിയം ന്യൂക്ലിയസിനായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ആ 3 എണ്ണത്തിൽ നിന്നും പാടെ ടോട്ടൽ 9 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ആ 9 എണ്ണം പോയിങ്ങാണ്ട് ആകണേ അടുത്ത 9 യുറേനിയത്തിനായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ആകണേ അതിന്റെ 9 × 3 പറഞ്ഞു കഴിഞ്ഞാൽ 27 പുതിയ ന്യൂട്രോൺസ് ആകണേ കൊളൈഡ് ചെയ്യും, പുതിയ ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും.
അങ്ങനെ ആക്കണേ ഈ നടക്കുന്ന റിയാക്ഷൻ എന്ന് അറിയണത് ആക്കണേ ഒരു ചെയിൻ റിയാക്ഷൻ ആയിങ്ങാണ്ട് എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൽ ഒരു ചെയിൻ റിയാക്ഷൻ ആയിങ്ങാണ്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വളരെ പെട്ടെന്ന് ആണ് ആക്കണേ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതേപോലെ ഇതിൽ നിന്ന് റിലീസ് ചെയ്യണ ഒരു ഫിഷൻ നടക്കുന്ന സമയത്ത്, ഒരു ന്യൂക്ലിയസിന് ഫിഷൻ നടക്കുന്ന സമയത്ത് ആവറേജ് റിലീസ് ചെയ്യണ ആകണ എനർജി എന്ന് പറയുന്നത് ഡിസിൻറ്റഗ്രേഷൻ എനർജി അതല്ലെങ്കിൽ ക്യൂ വാല്യൂ അറിയണത് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് ഒരു ഫിഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി. ഓക്കെ, ഇത് ജസ്റ്റ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് നമ്പർ 240 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. മാസ് നമ്പർ 120 ആണ് സമയത്ത് അതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാ. അതായത് മാസ് നമ്പർ 240-നെക്കാട്ടിലും കൂടുതൽ സ്റ്റേബിൾ ആണ് മാസ് നമ്പർ 120 ഉള്ളത് എന്നർത്ഥം. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഏറ്റവും കൂടുതലില്ല അതിനാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ സ്റ്റേബിൾ ആണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഉള്ള ന്യൂക്ലിയസിനെക്കാട്ടിലും കൂടുതൽ സ്റ്റേബിൾ ആണ് ഇവിടെ ഉള്ള ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ എന്ന് അറിയണത് നമുക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞു ഇതൊരു ചെയിൻ റിയാക്ഷൻ ആണ് എന്നുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എനർജി കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് യുറേനിയം എടുത്തുകാണ്ട് അതിലൊരു ന്യൂട്രോൺ ഇട്ട് കൊടുത്താൽ തന്നെ അത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആയിങ്ങാണ്ട് വലിയൊരു ഹീറ്റ് എനർജി ഒരു ചെറിയ സമയം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിക്ക് മാറും. നമുക്ക് എനർജി കിട്ടേണ്ടത് ഒരു ടൈം ഇന്റർവെല്ലിന് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇതിനെ ഈ ഒരു റിയാക്ഷൻ ഇതേപോലെ തന്നെ യൂസ് ചെയ്താൽ നടക്കൂല. കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിങ്ങാണ്ട് എനർജി കിട്ടണം എന്നില്ല. നമ്മളൊരു ന്യൂട്രോൺ കൊടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു ലാർജ് എനർജി ചെറിയ സമയം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യാം. അതിന് ഒന്ന് മാറ്റാൻ മാറ്റിങ്ങാണ്ടുള്ളൊരു ഫോമാണ് എന്താ അറിയണമെന്ന് അറിയോ, ന്യൂക്ലിയർ റിയാക്ടർ എന്നറിയണത്. ന്യൂക്ലിയർ റിയാക്ടറിൽ ബേസ് ഇത് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആ ചെയിൻ റിയാക്ഷനെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലെ ചെയിൻ റിയാക്ഷൻ നമ്മളൊന്ന് കൺട്രോൾഡ് റിയാക്ഷൻ ആക്കിയാണ്ട് മാറ്റുകയാണ് ചെയ്യണത്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് പറ്റുന്നറിയോ, ഓരോ റിയാക്ഷനും 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ ചൂടാക്കിയാണ്ട് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് ടർബൈന് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടൊക്കെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, വേറെ ഫോമുക്ക് മാറ്റാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പറ്റും. അതാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ സംഭവിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യണ ഫ്യൂവല് അറിയണത് ന്യൂക്ലിയർ ഫിഷൻ വഴി ആണ് എന്ത് ചെയ്യണത്, അവിടെ ഫ്യൂവല് യൂസ് ചെയ്യണത്. ഫ്യൂവലായിങ്ങാണ്ട് യൂസ് ചെയ്യണത് അറ്റോമിക് നമ്പർ മാസ് നമ്പർ കൂടുതലില്ല യുറേനിയം തോറിയം പോലുള്ള എലമെന്റ്സ് ആണ് എന്ത് ചെയ്യണത് അവിടെ ഫ്യൂവലായിങ്ങാണ്ട് യൂസ് ചെയ്യണത്. അത് ന്യൂക്ലിയർ ഫിഷന്റെ ബേസിലാണ് അവിടെ എന്ത് നടക്കുന്നത്, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണത്. അതാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു പാർട്ട് എന്നാണ് റിഫ്ലക്ടർ എന്ന് പറയുന്ന ഈ പാർട്ട് എന്നാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സ്റ്റീം ഉണ്ടാവും, അതേപോലെ തന്നെ ടർബൈൻ ഉണ്ടാവും. ആ സ്റ്റീമിനെ ചൂടാക്കി എടുത്തുകൊണ്ട് ടർബൈൻ വർക്ക് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിന് വേറെ എനർജി ഫോമുക്ക് മാറ്റുകയാണ് ചെയ്യണത്. ഓക്കെ, പക്ഷെ ഇതിനെ കൺട്രോൾഡ് ആക്കാൻ വേണ്ടിങ്ങാണ്ട് ന്യൂക്ലിയർ റിയാക്ടർ ആകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒരു ചെറിയ സമയം കൊണ്ട് ലാർജ് എനർജി കിട്ടിയാൽ പോരാ, നമുക്ക് കണ്ടിന്യൂസ് ആയിങ്ങാണ്ട് എനർജി കിട്ടിക്കൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയിങ്ങാണ്ട് എനർജി കിട്ടാൻ വേണ്ടിയാണ്ട് രണ്ട് മെത്തേഡ് ഉപയോഗിക്കും. ഒന്ന് ഇതിൽ എന്ത് ചെയ്യുമെന്ന് അറിയോ, മോഡറേറ്റേഴ്സ് യൂസ് ചെയ്യും. മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂട്രോണിന്റെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ന്യൂട്രോൺ ഉണ്ടല്ലോ, ആ ന്യൂട്രോണിന്റെ കൈനറ്റിക് എനർജി അറിയണത് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ ആ എനർജി കൈനറ്റിക് എനർജി കുറക്കാൻ വേണ്ടിങ്ങാണ്ട് യൂസ് ചെയ്യണതാണ് എന്താ അറിയണത്, മോഡറേറ്റേഴ്സ് എന്ന് അറിയണത്. ന്യൂട്രോണിന്റെ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, ന്യൂട്രോണിന്റെ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്ട് യൂസ് ചെയ്യണതാണ് മോഡറേറ്റേഴ്സ് അറിയണത്. ആ മോഡറേറ്റേഴ്സ് എങ്ങാണ്ട് യൂസ് ചെയ്യണത് അറിയണത് വാട്ടർ, ഹെവി വാട്ടർ, അതേപോലെ ഗ്രാഫൈറ്റ് പോലുള്ള സാധനങ്ങളാണ് അതിന്റെ ന്യൂട്രോണിന്റെ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്ട് യൂസ് ചെയ്യണത്. അതേപോലെ തന്നെ അടുത്തത് ഉപയോഗിക്കണതാണ് കൺട്രോൾഡ് റോഡ്സ്. കൺട്രോൾഡ് റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ അതാണ് ഈ ന്യൂട്രോൺ ഉണ്ട്, ആ ന്യൂട്രോൺ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് പറ്റുന്ന അറിയോ? 3 ന്യൂട്രോൺ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു ആകണ 2 ന്യൂട്രോണോ മതി, ബാക്കി ഒരു ന്യൂട്രോൺ അങ്ങോട്ട് എടുക്കണം എന്ന് എഴുതുക. അങ്ങനെ ന്യൂട്രോണെ അബ്സോർബ് ചെയ്യണ സാധനത്തിനെയാണ് നമ്മൾ എന്താ അറിയണത്? കൺട്രോൾഡ് റോഡ്സ് എന്ന് അറിയണത്. കൺട്രോൾഡ് റോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പ്രൊഡ്യൂസ് ചെയ്ത എക്സസ് ആയിക്കാണ്ടില്ല ന്യൂട്രോണെ നമുക്ക് വേണ്ടതിൽ കൂടുതലില്ല ന്യൂട്രോണൊക്കെ അബ്സോർബ് ചെയ്ത് കണ്ട് എടുക്കാം. ആ കൺട്രോൾഡ് റോഡ്സ് ആയിക്കാണ്ട് ഉപയോഗിക്കണത് അറിയണത് കാഡ്മിയം പോലെയുള്ള എലമെന്റ്സിന്റെ റോഡാണ് എന്ത് ചെയ്യുക? കൺട്രോൾഡ് റോഡ്സ് ആയിക്കാണ്ട് ഉപയോഗിക്കുക. അപ്പോൾ കാഡ്മിയം പോലെയുള്ള റോഡ് ഉപയോഗിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ന്യൂട്രോൺസിനെ കാഡ്മിയം എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കുറക്കാം. ന്യൂട്രോണിന്റെ എണ്ണം കുറക്കുമ്പോൾ നമുക്ക് ആ റിയാക്ഷനെ ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള റിയാക്ഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ന്യൂട്രോണിന്റെ മൂവ് ചെയ്യണ കൈനറ്റിക് എനർജി റെഡ്യൂസ് ചെയ്യുക. കൈനറ്റിക് എനർജി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മോഡറേറ്റേഴ്സ് യൂസ് ചെയ്യണത്. വാട്ടർ, ഹെവി വാട്ടർ, ഗ്രാഫൈറ്റ് പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ കൈനറ്റിക് എനർജി യൂസ് ചെയ്യുക. ഇങ്ങനെ ഈ 2 മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്രോണെ കൺട്രോൾ ചെയ്യും. ന്യൂട്രോണെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ചെയിൻ റിയാക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് എനർജി എടുക്കുന്നത്. അതാണ് ന്യൂക്ലിയർ റിയാക്ടറിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഈ ചാപ്റ്ററിലുള്ള ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൂടിച്ചേരുക എന്നുള്ളതാണ്. അതായത് 2 ലൈറ്റർ ന്യൂക്ലിയകൾ കൂടിച്ചേർന്നുകാണ്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിക്കാണ്ട് മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയണത്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 2 ലൈറ്റർ ന്യൂക്ലിയകൾ കൂടിച്ചേർന്നുകൊണ്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിക്കാണ്ട് മാറുന്ന സമയത്തും അത് എന്ത് ചെയ്യണുണ്ട്? അങ്ങനെ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനർജി റിലീസ് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ വേണ്ടിയാണ്ട് പറ്റും. ആണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റാർ, സണ്ണ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നടക്കുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ് നടക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷന് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഹൈഡ്രജന്റെ ഗ്യാസ് ആറ്റംസ് ന്യൂക്ലിയകൾ കൂടിച്ചേർന്നുകൊണ്ട് 2 ഹൈഡ്രജന്റെ ന്യൂക്ലിയകൾ കൂടിച്ചേർന്നുകൊണ്ട് ഹീലിയം ന്യൂക്ലിയസ് ആയിക്കാണ്ട് മാറുന്നത്. ഹൈഡ്രജന്റെ ന്യൂക്ലിയസും അതേപോലെ തന്നെ ഹീലിയം ന്യൂക്ലിയസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജന്റെ ന്യൂക്ലിയസിനെക്കാട്ടിലും കൂടുതൽ സ്റ്റേബിളാണ് ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണ് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും അതിൻ്റെ ഗ്രാഫ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലൈറ്റർ ന്യൂക്ലിയകൾ കൂടിച്ചേർന്നാണ്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആകണതാ. ഇപ്പോൾ ഇവിടെ 3 ടൈപ്പ് ആകണ ന്യൂക്ലിയർ ഫ്യൂഷന് പറയുന്നുണ്ട്. H11ഉം H11ഉം പാടെ കൂടിച്ചേർന്നുകാണ്ട് H12 എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ ഒരു പൊസിട്രോണും ന്യൂട്രിനോണും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 0.42 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയും കൂടി റിലീസ് ചെയ്യും. അതേപോലെ തന്നെ അടുത്തതാണ് H12ഉം പാടെ കൂടിച്ചേർന്നുകാണ്ട് ഹീലിയം 23 ആയിങ്ങാണ്ട് മാറും. അതിൻ്റെ ഒപ്പം ഒരു ന്യൂട്രോണും പ്രൊഡ്യൂസ് ചെയ്യും. 3.27 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൈഡ്രജനും കൂടി ചേർന്നുകൊണ്ട് ഹീലിയം എന്നില്ല ഒരു ഹെവി ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറുന്നത്. ഇവിടെയും അതിൻ്റെ മാസ് നമ്പർ കൂടുതലാണ്, അപ്പോൾ ഹെവി ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിലും ഇവിടെ 2 കാട്ടിലും കൂടുതൽ മാസ് ഉണ്ട്. ഇതാക്കണം, ഇവിടെ 2 2 എന്ന് അറിയണ മാസ് നമ്പർ ആണ് ഉള്ളത്. ഇവിടെ 3 എന്ന് അറിയണ മാസ് നമ്പർ അല്ലത്. അപ്പോൾ 2 ലൈറ്റർ ന്യൂക്ലിയകൾ കൂടി ചേർന്നാണ്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറുക ചെയ്യണത്. അങ്ങനെ ഹെവി ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറുമ്പോൾ ലൈറ്റർ ന്യൂക്ലിയം കാട്ടിലും കൂടുതൽ സ്റ്റേബിൾ ആയിക്കാം ഹെവി ന്യൂക്ലിയസ് അറിയണത്. അപ്പോഴാണ് എന്ത് ചെയ്യുക? എനർജി റിലീസ് ചെയ്യുക. അങ്ങനെ 2 ലൈറ്റർ ന്യൂക്ലിയകൾ കൂടി ചേർന്നുകൊണ്ട് ഹെവി ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയർ റിയാക്ഷൻ ആണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് അറിയണത്. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് കൂടുതലായിങ്ങാണ്ടും സ്റ്റാർ പോലുള്ള സ്ഥലത്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഹൈ എനർജി കിട്ടും. പിന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ വേണം. അതായത് 10⁸ കെൽവിൻ്റെ റേഞ്ചിലൊക്കെ എന്ത് വേണം? ടെമ്പറേച്ചർ വേണം. എന്നാൽ മാത്രമേ അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ന്യൂക്ലിയസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Given the mass of iron nucleus as 55.85 atomic mass unit and A equal to 56, find the nuclear density. Nuclear density ആണ് നമുക്ക് കാണേണ്ടത്, ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി. ദെൻ നമുക്ക് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, ഡെൻസിറ്റി എങ്ങനെ നമ്മൾ കാണുക?
മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ. അപ്പോൾ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക്. അതാക്കണേ ഇതിൻ്റെ മാസ് തന്നിക്കണേ 55.85 അറ്റോമിക് മാസ് യൂണിറ്റ് ആണെന്ന്. ദെൻ 55.85 അറ്റോമിക് മാസ് യൂണിറ്റിനെ കിലോഗ്രാമുക്ക് മാറ്റാൻ വേണ്ടിയാണ്ട് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ. ദെൻ എം ഈക്വൽ ടു 9.27 ഇൻറ്റു 10⁻26 കിലോഗ്രാം എന്ന് കിട്ടും മാസ്. നെക്സ്റ്റ് വോളിയം നോക്കുക. ന്യൂക്ലിയസിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് അല്ലേ, ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കാണാം, ഇസ് ഈക്വൽ ടു R0 ഇൻറ്റു A⁻1/3. അപ്പോൾ അതിന് ക്യൂബ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു R0 ഹോൾ ക്യൂബ് ഇൻറ്റു എ എന്നേ വരുള്ളൂ. ഓക്കെ. R0 എന്ന് പറയുന്നത് 1.2 ഇൻറ്റു 10⁻⁻15. എ എന്ന് പറയുന്നത് നമുക്ക് തന്നിക്കണേ 56 ആണെന്ന്. ദെൻ 1.2 ഇൻറ്റു 10⁻⁻15 ഹോൾ ക്യൂബ് ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56. അപ്പോൾ ഈ വാല്യൂസ് രണ്ടെണ്ണം കൂടി എടുത്തുകൊണ്ട് ഡെൻസിറ്റിയിൽ കൊടുക്കുക. ദെൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് 9.27 ഇൻറ്റു 10⁻⁻26 ഡിവൈഡഡ് ബൈ 4/3 പൈ ഇൻറ്റു 1.2 ഇൻറ്റു 10⁻⁻15 ഹോൾ ക്യൂബ് ഇൻറ്റു 56 എന്ന് കിട്ടും. ഓക്കെ. ദെൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 2.27 ഇൻറ്റു 10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇത് ചെയ്താൽ നമുക്ക് 2.27 ഇൻറ്റു 10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും ആൻസർ. ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ എനർജി ഇക്വലൻ്റ് ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ്. 1 gram സബ്സ്റ്റൻസിൻ്റെ എനർജി ഇക്വലൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എനർജി ഇക്വലൻ്റ് മാസിന് ഇക്വലൻ്റ് ആയിക്കാണ്ടിലെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു mc². ഇസ് ഈക്വൽ ടു എം അറിയണത് 1 gram ആണ്, അതിന് കിലോഗ്രാമുക്ക് മാറ്റിയാൽ 10⁻³ സി എന്ന് പറയുന്നത് 3 ഇൻറ്റു 10⁸, അതിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10⁻³ ഇൻറ്റു 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആയി, ഇൻറ്റു 10⁻16ൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 10⁻16 ആയി, ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻13 ജൂൾ എന്ന് കിട്ടും. 1 ഗ്രാമിന് ഇക്വലൻ്റ് ആയിക്കാണ്ടില്ല എനർജി. ഓക്കെ.